ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ വീഡിയോ ആയിരിക്കും. അപ്പോൾ ഞാൻ പേഴ്സണലി എങ്ങനെയാണ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നത്, അതായത് മിനി വ്ളോഗ് അല്ലാത്ത വീഡിയോസൊക്കെ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടെങ്കിൽ പ്രോ ആയിട്ടൊന്നുമല്ല, സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എഡിറ്റിംഗാണ്. ഞാൻ എഡിറ്റ് ചെയ്യുന്ന ആപ്പ് ഇൻഷോട്ടാണ്. സോ അതിൽ എഡിറ്റ് ചെയ്യാതെ കുറേ ആൾക്കാർ കാണും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് എഡിറ്റിംഗ് പഠിച്ചത്, എങ്ങനെയാണ് ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. നമ്മൾ നേരെ ഇൻഷൂട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴേ അവിടെ വീഡിയോ, ഫോട്ടോ, അതുപോലെ തന്നെ തമ്പനെയിൽ സെറ്റിങ്സ് ഒക്കെ കാണിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ അല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വീഡിയോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ അവിടെ വീഡിയോ, ഫോട്ടോ, ഓൾ. അപ്പോൾ നമുക്ക് വീഡിയോ നേരെ ഗാലറിയിലോട്ട് നമ്മൾ ചെല്ലും. അപ്പോൾ വീഡിയോ എടുത്തിട്ട് എനിക്കൊരു മിനി വ്ളോഗാണ് വേണ്ടത്. സോ എനിക്കൊരു 50 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 40 സെക്കൻഡ് മതി, 41 സെക്കൻഡ് മതി. അപ്പം ഇത് കുറച്ച് ലോങ് ആണ്, പക്ഷേ അത് നമുക്ക് ആവശ്യത്തിലുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ വീഡിയോ ഇവിടെ വന്നു. ഇനി നമുക്ക് താഴെ ഒരു ഇൻഷൂട്ട് എന്ന ലോഗോ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കാണിക്കേണ്ട, അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഇൻഷൂട്ടിന് അവിടെ ഒരു വെട്ടുള്ള സംഭവമുണ്ട്, അതിലോട്ട് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് വരും കേട്ടോ. അപ്പോൾ അത് വന്നു. ഇനി നമുക്ക് ഇവിടെ താഴെ കാണാം, ഇവിടെ 1 മിനിറ്റ് 14 സെക്കൻഡ് വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ലോങ് വീഡിയോ ആയി മാറി. എനിക്കത് ലോങ് വീഡിയോ അല്ല വേണ്ടത്, ഷോർട്സ് ആണ് വേണ്ടത്, അതായത് മിനി വ്ളോഗ് ഷോർട്സ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ പോലെ 40 സെക്കൻഡ് അല്ലെങ്കിൽ 50 സെക്കൻഡ് വീഡിയോ മതി. സോ ഞാൻ അതിനനുസരിച്ചാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് എടുക്കണം. സോ എനിക്ക് ആ ഫസ്റ്റ് ഭാഗത്തിൽ കുറച്ച് കട്ട് ചെയ്തെടുക്കാനുണ്ട്. സോ അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങോട്ട് ട്രാൻസിഷൻ വരുന്നത്, അതായത് ഒരു വീഡിയോ കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിലോട്ട് വരുമ്പോൾ കുറച്ച് രസത്തിന് വേണ്ടി ട്രാൻസിഷൻ എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ട്രാൻസിഷൻ ഇവിടെ കുറേ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. നമുക്ക് സ്യൂഫിക്കായിട്ടുള്ളതൊക്കെ കൊടുക്കണം, നമുക്ക് അങ്ങോട്ട് പേയ്മെൻറ്റ് കൊടുക്കണം. സോ അതുകൊണ്ടല്ല, അത് വേണ്ട, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മതി. അപ്പോൾ നമ്മളത് ട്രാൻസിഷൻ കൊടുക്കാനുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് കൊടുക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, വീഡിയോ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ആ വെള്ള കളറിലെ ക്ലിക്ക് പോലെ ഉണ്ടല്ലോ, അവിടെ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് വരാൻ കേട്ടോ. പേയ്മെൻറ്റ്സ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും സൂപ്പറിലും ഫിലിമിലൊക്കെ ഞെക്കിയിട്ട് ചെയ്യാം. നമ്മളിത് സാധാ നോർമലിലാണ് ഞെക്കുന്നത്. സോ ഇനി നടന്നു വരുന്നൊരു ഭാഗത്തിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാറുണ്ട്. അത് സ്റ്റോപ്പ് ചെയ്യുന്ന കാണരുത് എനിക്ക് ഇല്ല. അപ്പോൾ കുറച്ച് കട്ട് ചെയ്തെടുക്കണം. അവിടെ ശരിയായിട്ടുണ്ടായിരുന്നില്ല, അവിടെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് കറക്റ്റായോ. കറക്റ്റായിട്ടുണ്ട്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് ലാസ്റ്റ് ഭാഗമാണ് നമ്മൾ ആ ഊഞ്ഞാലിരുന്ന് ആടുന്നത്. അപ്പോൾ ഊഞ്ഞാലിരുന്ന് ആടുന്നത്, അത് ഫസ്റ്റ് തുടങ്ങുന്ന ഭാഗവും ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുന്ന ഭാഗവും അത് എനിക്ക് ഭയങ്കരമായിട്ട് കുറച്ച് സമയം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ആ തുടങ്ങുന്ന ഭാഗത്തിൽ ലാസ്റ്റ് അപ്പം ചില സമയത്ത് അതങ്ങ് ചിലപ്പോൾ ആ വീഡിയോ അങ്ങ് കട്ടായിപ്പോവും, ചിലപ്പോൾ അത് കൂടുതലായിപ്പോവും വീഡിയോ, അങ്ങനെയൊക്കെ കുറച്ച് മാറ്റങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് നേരെ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ വീഡിയോ ചെയ്തത് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ. അല്ല വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാം സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് കേട്ടോ. കണ്ടോ, ഇപ്പം കറക്റ്റായിട്ടില്ല, കുറച്ചുകൂടെ എടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ കുറച്ചുകൂടെ നമുക്കിനി എടുക്കാം. കുറച്ചുകൂടെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ, നല്ലപോലെ. ഓക്കെ, ഇപ്പോൾ കറക്റ്റായെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കറക്റ്റായി. ഓക്കെ, അപ്പോൾ നമ്മൾ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണ്. സോ ഇനി ലാസ്റ്റ് ഞാൻ ബൈ പറഞ്ഞ് ജസ്റ്റ് ആ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നത് കാണരുതല്ലോ. അപ്പോൾ അതിൽ ഞാൻ ഇച്ചിരി ഒന്ന് ഇതാക്കണം. അപ്പം ഞാൻ അതിൽ ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് വേണ്ട ആ ലാസ്റ്റ് ആ ഭാഗം ബായ് പറഞ്ഞ് നിർത്താണ്. സോ ഇത്രയേ ഉള്ളൂ സംഭവങ്ങൾ. അപ്പോൾ വീഡിയോ നമ്മൾ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞത് മിനി വ്ളോഗാണ്. സോ എനിക്കതിന് വോയിസ് കവറാണ് കൊടുക്കേണ്ടത്. സോ വോളിയം നമുക്ക് ഫുള്ള് കുറയ്ക്കണം. കാരണം നമ്മൾ വോയിസ് കവർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് കുറേ കിളികളുടെയും നമ്മൾ പറയുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് വൃത്തികേടായിരിക്കും വോയിസ് കവർ കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ വോളിയം ഫുൾ മ്യൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വോയിസ് കവർ കൊടുക്കുമ്പോൾ നല്ലതായിരിക്കും. സോ അങ്ങനെ നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ചിലപ്പോൾ പാട്ട് കൊടുക്കുന്നതിനാണ് ഇങ്ങനെ നമ്മൾ ചെയ്താൽ നല്ലതായിരിക്കും. സോ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾ വോളിയം അങ്ങനെ കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലിക്ക് ഞെക്കിയിട്ട് ഇവിടെ ടെക്സ്റ്റിൻ്റെ അവിടെ ഇത് വോട്ട് ഡേയുടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇത് എന്തായാലും അപ്ലോഡ് ചെയ്യും. ചിലപ്പം ഈ വോട്ട് ഡേയുടെ വീഡിയോ വന്നതിന് ശേഷമായിരിക്കും ഞാൻ ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോ വരുന്നത്. സോ ആ വോട്ട് ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാപ്ഷൻ കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ക്രോപ്പ് ചെയ്ത് എത്ര വരെ ആ ഒരു ക്യാപ്ഷൻ കൊടുക്കണം എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് ജസ്റ്റ് ആ വീഡിയോ ഒന്ന് ഓടിച്ചിട്ട് നോക്കും. എന്നിട്ട് ആ ടിക്കിൽ ഞെക്കിയിട്ട് നമുക്കിനി വോയിസ് റെക്കോർഡ് കൊടുക്കാം. അപ്പോൾ റെക്കോർഡിന് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ടൈം അപ്പ് വരും, 3, 2, 1 എന്നും പറഞ്ഞിട്ട്. അതിനുശേഷം നമുക്ക് അങ്ങോട്ട് വോയിസ് കവർ നമുക്ക് ഇഷ്ടമുള്ള അങ്ങോട്ട് പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ പറഞ്ഞൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമുക്ക് ചെയ്ത് നമുക്ക് ടിക്കിൽ നമുക്ക് എത്രത്തോളം പറയാം അത്രയും പറഞ്ഞ് ടിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരെ എക്സ്പോർട്ടിലോട്ട് നോക്കാം കേട്ടോ. അപ്പോൾ എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നെറ്റ്വർക്ക്സും സ്റ്റോറേജൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കൺവേർട്ടായിട്ട് വരും, എളുപ്പം തന്നെ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്റ്റോറേജൊക്കെ മാക്സിമം സെറ്റാക്കി വെക്കുക, നെറ്റ്വർക്ക്സൊക്കെ നല്ലപോലെ വെക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോ കൺവേർട്ട് ചെയ്ത് വരും. ചിലപ്പോൾ നമ്മൾ ടൂർ പോയ സ്ഥലത്ത് നിന്ന് എഡിറ്റ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ വരും കേട്ടോ.
കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇത്രയേ ഉള്ളൂ വീഡിയോ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അല്ലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എഡിറ്റ് ചെയ്യാൻ അറിയാത്തവരുണ്ട്, അറിയുന്നവരുണ്ട്. സോ ഞാൻ തന്നെത്താനാണ് എഡിറ്റിംഗ് പഠിച്ചത്. അപ്പം ഇങ്ങനെയാണ് ഞാൻ വീഡിയോസ്, ലോങ് വീഡിയോ, മിനി വ്ളോഗൊക്കെ എഡിറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾക്കിത് ഹെൽപ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. നമുക്ക് റോഡ് ടു 10K ആണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ. Q&A ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഈ വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ. ബൈ.